നമസ്കാരം. യശശരീരനായ KM മാണി ഈ സമൂഹത്തിന് ചെയ്ത അനേകം നന്മകളിൽ ഒന്നായിരുന്നു കാരുണ്യ പദ്ധതി. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ഗുരുതരമായ ചികിത്സാ സാഹചര്യമുണ്ടായാൽ, അതായത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ, വൃക്കമാറ്റ ശസ്ത്രക്രിയ, ക്യാൻസർ ചികിത്സ തുടങ്ങിയ ഗുരുതരമായ സാമ്പത്തിക സാഹചര്യം ഉണ്ടായാൽ അവർക്ക് സർക്കാരിൽ നിന്നും 3 ലക്ഷം രൂപ ചികിത്സയ്ക്ക് വേണ്ടി കിട്ടുന്നൊരു പദ്ധതിയായിരുന്നു. അത് പിന്നീട് 5 ലക്ഷമായി മാറി. ഈ പദ്ധതി വഴി ലക്ഷക്കണക്കിന് മനുഷ്യനാണ് ജീവിതം തിരിച്ചു പിടിച്ചത്. സാമ്പത്തിക പിന്നോക്കാവസ്ഥ മാനദണ്ഡമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മറ്റ് മാനദണ്ഡങ്ങളും നോക്കാതെ ഒരുമാതിരിപ്പെട്ട സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും ഈ പദ്ധതി ഉപയോഗിക്കാൻ സാധിച്ചു. സർക്കാരും സ്വകാര്യ ആശുപത്രികളും തമ്മിൽ ധാരണയുണ്ടാക്കി ഇതിൽ ചേരുന്നവർക്ക്, അംഗീകാരം കിട്ടുന്നവർക്ക് പോയി ചികിത്സിച്ചാൽ മതി, ആശുപത്രികൾക്ക് സർക്കാർ പണം കൊടുത്തോളും. അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ KM മാണിക്ക് സാധിച്ചു. ഉമ്മൻചാണ്ടിയുടെയും KM മാണിയുടെയും കൂടെ സംയുക്തമായ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നത്. എന്നാൽ പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ അതിൽ മായം ചേർത്തു. ആശുപത്രികളോട് നിസ്സഹകരിച്ചു. ആളുകൾക്ക് പണം കൊടുക്കാതായി. എവിടെയെങ്കിലുമൊക്കെ വാർത്ത വരുമ്പോൾ തലയൂരാൻ വേണ്ടി കൊടുക്കും. എന്നാൽ ഇതിപ്പോൾ ഏതാണ്ട് നിലച്ച മട്ടിലാണ്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ പറയുന്നു, അടുത്ത മാസം മുതൽ ഞങ്ങൾ പിന്മാറുകയാണ്. കാരണം 10, 20, 30 കോടി രൂപ കുടിശ്ശികയാണ്. സർക്കാരിന് കാശില്ലാതെ വന്നപ്പോൾ ബാങ്കുമായി ഒരു ധാരണയിലെത്തിയിരുന്നു. അതായത് ബാങ്കുകൾ കൊടുക്കുക, ബാങ്കുകളുടെ പലിശയിൽ പകുതി മാനേജ്മെൻറ്റ് കൊടുക്കണം, ബാക്കി സർക്കാർ കൊടുക്കും. എന്നാൽ ഇപ്പോൾ ബാങ്കുകൾക്ക് പണം കൊടുക്കുന്നില്ല, ബാങ്കുകളും പണം കൊടുക്കുന്നില്ല, ആശുപത്രികൾക്കെല്ലാം കുടിശ്ശികയായിരിക്കുന്നു. അതുകൊണ്ട് ഇനി കാരുണ്യ പദ്ധതിയുമായി മുമ്പോട്ട് പോവില്ല എന്നാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം. ഇതാണ് നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ. സർക്കാർ SMS അയക്കുന്നത് പോലെ, അല്ലെങ്കിൽ വാട്സാപ്പ് സന്ദേശം അയക്കുന്നത് പോലെ അല്ല, സർക്കാർ പരസ്യം ചെയ്യുന്നത് പോലെ അല്ല. നമ്മുടെ സർക്കാർ ആശുപത്രികൾ അടിമുടി തകർന്നടിഞ്ഞിരിക്കുന്നു. യാതൊരു കഴിവുമില്ലാത്ത, അല്പം പോലും എന്താണ് ആരോഗ്യമേഖല എന്നതിനെക്കുറിച്ച് ധാരണയില്ലാത്തൊരു മന്ത്രി വലിയ വായിൽ പ്രസംഗിക്കുമെന്നല്ലാതെ ആരോഗ്യമേഖലയുടെ അവസ്ഥ അതിദയനീയമാണ്. ആ മന്ത്രി തന്നെ പറഞ്ഞിരുന്നു സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്ന്. ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഹാരിസ് ചിറക്കൽ എന്നു പേരുള്ള ഒരു ഡോക്ടർ, നല്ലവനായൊരു ഡോക്ടർ, ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോകാതിരിക്കാൻ ബൈക്കിന് വന്നിരുന്ന ഒരു ഡോക്ടർ, 24 മണിക്കൂറും ജോലി ചെയ്തിരുന്നൊരു ഡോക്ടർ, മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കാൻ പോവും, പിന്നെ വന്ന് ജോലി ചെയ്യും. മെഡിക്കൽ കോളേജിൽ തൻ്റെ കസേരയിൽ കിടന്ന് അല്പം ഉറങ്ങി വിശ്രമിച്ച് പിന്നെയും പണിയെടുത്തിരുന്ന ഡോക്ടർ, 1 രൂപ കൈക്കൂലി വാങ്ങാത്ത ഡോക്ടർ സഹികെട്ട് പറഞ്ഞു, ഒരു രക്ഷയുമില്ല, ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ ഉപകരണങ്ങൾ രോഗികൾ കൊണ്ടുവരണം, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല, എമർജൻസി ലൈറ്റില്ല, ടോർച്ച് വെട്ടത്തിൽ ഓപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വലിച്ചു കീറി മോശക്കാരനാക്കി ഭിത്തിയിലൊട്ടിക്കാനാണ് ശ്രമിച്ചത്. ഇതാണ് ആരോഗ്യ മേഖലയുടെ അവസ്ഥ. ഈ പാളിച്ചകളെല്ലാം പുട്ടിയടിച്ച് മറച്ചു വയ്ക്കുന്നു. അതിന് മാധ്യമങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുകയാണ് പരസ്യം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പത്രമെടുത്ത് നോക്കിയാൽ മതി. എല്ലാ പത്രങ്ങളിലും സർക്കാരിൻ്റെ പരസ്യം 2-3 പേജുണ്ട്. നിങ്ങൾ ചാനലുകൾ എടുത്ത് നോക്കുക. ഞാൻ ഞെട്ടലോടുകൂടി ഇന്ന് കണ്ട ഒരു കാര്യമുണ്ട്. അമൃത TVയിലും മഴവിലും മനോരമയിലും റിയാലിറ്റി ഷോ, അത് പ്രേക്ഷകരെ കാണിക്കേണ്ടതാണ്, പക്ഷേ കോപ്പിറൈറ്റ് ഭയം കാരണം കാണിക്കുന്നില്ല. ഈ റിയാലിറ്റി ഷോയിലെ ജഡ്ജസും അവതാരകരുമൊക്കെ സർക്കാരിൻ്റെ മേന്മ പറയുകയാണ്. ഇപ്പോഴത്തെ സ്കൂൾ ഭയങ്കര സംഭവമാണ്, സ്മാർട്ട് സ്കൂളാണ്, അംഗം വിവരിക്കുക. അപ്പോൾ ആളുകൾ കൈയടിക്കുന്നു. ഓർക്കണം, ഒരേ സ്ക്രിപ്റ്റ് 2 ചാനലിലും കൊടുത്തിരിക്കുന്നു. അതായത് എങ്ങനെയാണ് ജനങ്ങളെ പറ്റിക്കാൻ പറ്റുന്നത്? ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. എല്ലാ മേഖലകളിലും പണം കൊടുത്ത് ജനാഭിപ്രായത്തെ വളച്ചൊടിക്കുകയാണ്. ഇവിടെ ഭയങ്കര സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചാനലുകൾക്കും പത്രങ്ങൾക്കും പണം കൊടുത്ത്, പരസ്യം കൊടുത്ത് നുണ പ്രചരിപ്പിക്കുകയാണ്. ഈ നുണ പ്രചരണത്തിൻ്റെ ഗുണം നുണ പറയുകയും ചെയ്യും, സത്യമൊട്ട് വെളിയിൽ വരുത്തുമില്ല. അതുകൊണ്ടാണ് ആരോഗ്യ മേഖലയിൽ ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നത്. എന്നാൽ ആരോഗ്യ മേഖലയുടെ അവസ്ഥ അതിദയനീയമാണ്. ഓരോ മനുഷ്യനും അനുഭവിക്കുന്നു. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ എണ്ണം കുറവാണ്. ഈ 3 കോടി ജനങ്ങളിൽ 1/3 പോലും സർക്കാർ ആശുപത്രിയിൽ പോകുന്നവരാവില്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എത്ര പേർ സർക്കാർ ആശുപത്രിയിൽ പോകുന്നുണ്ട്? വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? സർക്കാർ പറയുന്നത് ശരിയാണെന്ന് കരുതും. നമുക്കറിയില്ലല്ലോ, അനുഭവിക്കുന്നവർക്കെല്ലാം അറിയൂ. ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും സർക്കാർ നുണ പറയുകയാണ്. എന്നാൽ എന്താണ് സ്ഥിതി? എല്ലായിടങ്ങളിലും, കോഴിക്കോട് ഹർഷീന എന്ന് പറയുന്ന സ്ത്രീ അവരുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചു പ്രസവ ശസ്ത്രക്രിയ സമയത്ത്. എന്നിട്ട് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അത് പുറത്തെടുത്തത്. എത്രയോ തവണ അവർ ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തി. കെട്ടിപ്പിടുത്തവും വാഗ്ദാനവും അല്ലാതെ 1 രൂപ നഷ്ടപരിഹാരം പോലും കൊടുത്തിട്ടില്ല. മന്ത്രി ഗണേഷ് കുമാർ തന്നെ പറഞ്ഞു, കൊട്ടാരക്കരയിൽ ഒരാളുടെ വയറ് കീറിയിട്ട് അത് കൂട്ടിക്കെട്ടിയില്ല, കൈക്കൂലി കിട്ടാത്തത് കൊണ്ട്. മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതാ. എത്രയോ സംഭവങ്ങൾ നാട് നീളെ. ഇപ്പൊ നെടുമങ്ങാട് കണ്ടോ? നെടുമങ്ങാട് അമ്മയും മകളും മരിക്കുന്ന പ്രസവത്തോടനുബന്ധിച്ച് ഈ അമ്മയ്ക്കും മകൾക്കും ആരോഗ്യം പ്രശ്നമുണ്ടെന്നും അവരെ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്നായിരുന്നു നിയമം. പക്ഷെ അതൊന്നും നോക്കിയില്ല. അമ്മയും മകളും മരിച്ചുപോയി. അവരോട് കാണിച്ച ക്രൂരതയുടെ ഭാഗമായി ബിന്ദു സുന്ദർ എന്ന് പറയുന്ന ഡോക്ടറായിരുന്നു ഈ ഓപ്പറേഷൻ നടത്തിയത്.
പൂർണ്ണമായും വീഴ്ചയാണെന്ന് തെളിവ് വന്നിട്ടുണ്ട്. ഇവർ കൈക്കൂലി ചോദിച്ചിരുന്നു. 10,000 രൂപ കൈക്കൂലി ചോദിച്ചിട്ടാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് ഇവരുടെ ഭർത്താവ് പറയുന്നു. ഇതേ ഡോക്ടർ 2,000-ഉം 3,000-ഉം ഒക്കെ കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞ് പലരും രംഗത്ത് വരുന്നുണ്ട്. വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ അഹങ്കാരിയാണെന്ന് പറഞ്ഞു. പിന്നെ മരുന്ന് കൊടുത്തതും ചികിത്സ തുടർന്നും 5,000 രൂപ കൈക്കൂലി കൊടുത്തിട്ടാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ നിരവധി പേർ ഇവർക്കെതിരെ കൈക്കൂലി ആരോപണം ഉണ്ടാക്കുന്നു. ഇവരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയത് തെളിയുന്നു. ഇവരെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ 3 ദിവസമായി ഡോക്ടർമാർ OP പോലും ബഹിഷ്കരിച്ച് സമരത്തിലാണ്. ഇപ്പോഴിതാ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ ഡോക്ടർമാരും ഇന്ന് സമരത്തിലാണ്. ഈ കൈക്കൂലിക്കാരിയായ ബിന്ദു ഡോക്ടറെ തിരിച്ചെടുക്കണം. ഇതാണ് ഡോക്ടർമാരുടെ ആൾബലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഡോക്ടർമാരുടെ സംഘടന കഴിഞ്ഞ് കുറേ കാലമായി സമരത്തിലാണ്. 7 ദിവസമായി ഡോക്ടർമാരുടെ സംഘടന സമരത്തിലാണ്. അവർ OP ബഹിഷ്കരണമായിരുന്നു. ഇന്നിതാ ശസ്ത്രക്രിയയും ബഹിഷ്കരിക്കുന്നു. എന്ന് വെച്ചാൽ ഡോക്ടർമാർ സമരത്തിലാണ്. അവർക്ക് ചില പ്രശ്നങ്ങളുണ്ടാവും, അവരുടെ പ്രശ്നം പരിഹരിക്കട്ടെ. പക്ഷെ അവർ ബഹിഷ്കരണത്തിലാണ്. ഇപ്പോൾ സസ്പെൻഷന്റെ പേരിൽ വീണ്ടും ബഹിഷ്കരണം. എല്ലാ ചികിത്സയും മുടങ്ങി. അതായത് സർക്കാർ ആശുപത്രികളിൽ ചെന്ന ചികിത്സയില്ല, ആ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, മരുന്നില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, ഉള്ള ഡോക്ടർമാർക്ക് ശമ്പള കുടിശ്ശിക കൊടുക്കുന്നില്ല, ഡോക്ടർമാർ അവരുടെ തോന്നി പോലെ ചെയ്ത് വീഴ്ച വരുത്തി അവരെ സസ്പെൻഡ് ചെയ്താൽ അവരത് സമ്മതിക്കില്ല. എന്തൊക്കെയാണോ നടക്കുന്നത്? ഇതുപോലൊരു അരാജകത്വം ആരോഗ്യ മേഖലയിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ആലപ്പുഴയിലെ ആ സംഭവം നോക്കൂ. ആലപ്പുഴയിൽ 5-6 വർഷമായി ആ സ്ത്രീയുടെ വയറ്റിൽ കത്രി കിടക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസമാണ് മാറ്റുന്നത്. എന്നിട്ട് പറയുകയാണ് 5 അല്ല 50 വർഷം വയറ്റിൽ കിടന്നാലും കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയുക. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ പിഴവ് വരുത്തിയ ഡോക്ടറെ പൂർണ്ണമായും ക്ലീൻ ചിറ്റ് കൊടുത്ത് രക്ഷിച്ചിരിക്കുന്നു. ആ ഡോക്ടറുടെ കുഴപ്പമല്ല, ഒരു ധന്യ എന്ന് പറയുന്ന നേഴ്സിന്റെ കുഴപ്പമാണ്. നേഴ്സാണ് ശസ്ത്രക്രിയ നടത്തിയത്. റിപ്പോർട്ട് പറയുകയാണ്, ഡോക്ടർ ചോദിച്ചു എല്ലാ ഉപകരണങ്ങളും വിലയിരുത്തുമെന്ന്. ധന്യ പറഞ്ഞ് എടുത്തെന്ന്. അതുകൊണ്ട് ഡോക്ടർക്ക് കുഴപ്പമില്ലെന്ന്. ആലോചിച്ച് നോക്കുക, എന്തൊരു സിസ്റ്റമാണിതെന്ന്. അതായത് ഡോക്ടറെ കാണിച്ച ആ വൃത്തികേടിനെ ഒരു നേഴ്സിന്റെ പുറത്ത് കുറ്റം വെച്ചിരിക്കുന്നു. നേഴ്സുമാരുടെ സംഘടന പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സർക്കാർ ആശുപത്രി നേഴ്സുമാരുടെ സംഘടന CITUവിൻ്റെതാണ്. അവർക്ക് എത്ര കാലം പൊട്ടിത്തെറിക്കാൻ പറ്റും? ഇപ്പോൾ എന്ത് ചെയ്തു? ഈ ആരോപണം വന്നതോടുകൂടി നേഴ്സുമാരെല്ലാം പ്രതിഷേധത്തിലായി. കാരണം നേഴ്സുമാരുടെ ഡ്യൂട്ടി അല്ല ശസ്ത്രക്രിയ കഴിഞ്ഞ് ഉപകരണം ഉണ്ടോ ഇല്ലോ നോക്കണം. ഡോക്ടറുടെ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ഫ്ലോർ നേഴ്സിന്റെ ഡ്യൂട്ടിയോ? ഫ്ലോർ നേഴ്സ് ഇല്ല. ഈ ധന്യ എന്ന് പറയുന്ന നേഴ്സ് പറയുന്നുണ്ട് ഒരേ സമയം ഓപ്പറേഷൻ തിയേറ്ററിൽ 2 ശസ്ത്രക്രിയയ്ക്ക് അവർ സഹായിച്ചെന്ന്. അവരാ പണി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പേര് ദോഷമായതും കേസായതും. നേഴ്സുമാർ ഇപ്പോൾ നിസ്സഹകരിക്കാൻ തീരുമാനിച്ചു. അവരെ കുറ്റം പറയാൻ കഴിയുമോ? നമ്മുടെ ആശുപത്രിയിലെ അവസ്ഥയാണ്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ 2 പേർ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഒരു നേഴ്സ് 2 പേർക്കും ചെയ്യുന്നു. ഈ കേരളത്തിന്റെ അവസ്ഥയാണിത്. ഇതുകൊണ്ടാണ് മന്ത്രിമാരും നേതാക്കളും അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നത്. പാവപ്പെട്ടവൻ ഇങ്ങനെ ചത്തോട്ടെ, പാവപ്പെട്ടവന്റെ കൈ പോട്ടെ, കാല് പോട്ടെ, എത്രയോ ആളുകളുടെ വാർത്തകൾ പുറത്തു വരുന്നു. എന്നിട്ട് ഇതേക്കുറിച്ചൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ പ്രശ്നം. ഇതുപോലെ ആരോഗ്യ മേഖല നശിച്ചുപോയ ഒരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. നമ്മുടെ ആരോഗ്യ മേഖല അടിമുടി നശിച്ചുപോയി. ഒരാൾക്കും ഈ സർക്കാർ ആശുപത്രിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചോണം. സ്വകാര്യ ആശുപത്രിയിൽ നടക്കുന്ന ഇത്തരം കൊള്ളകളെക്കുറിച്ച് വാർത്ത വരുത്തുമില്ല. അവിടെ എന്ത് വൃത്തികേട് കാണിച്ചാലും, ആരെ കൊന്നാലും ആരും വാർത്ത കൊടുക്കില്ല. ഇന്നിപ്പോൾ കാട്ടാക്കടൽ ഏതൊരു ആശുപത്രിയിൽ ഒരു ചികിത്സാ പിഴവ് മൂലം മരിച്ചു എന്ന് വാർത്തയുണ്ട്. ഏതെങ്കിലും പത്രത്തിൽ ഏതെങ്കിലും ചാനലിൽ ആശുപത്രിയുടെ പേരുണ്ടോ? ഇല്ല. സ്വകാര്യ ആശുപത്രിക്ക് പരസ്യം കൊടുക്കുന്നുണ്ട്, അവരുടെ പേര് വരില്ല. വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ. ഈ മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പിന്റെ ചുമതലയേറ്റതിന് ശേഷം കേരളത്തെ വളരെയധികം പിന്നോട്ട് നയിച്ചിരിക്കുന്നു. ഇത് പുട്ടിയടിച്ച് മഹാസംഭവമാണെന്ന് പറയുന്നതല്ലാതെ ആരോഗ്യ മേഖല അടിമുടി തകർന്നു പോയിരിക്കുന്നു. സർക്കാർ ആശുപത്രിയിൽ നമ്മളാരും ചികിത്സയ്ക്ക് പോവാത്തത് കൊണ്ടാണ് നമ്മൾ അറിയാത്തത്. പോകുന്നത് പാവങ്ങളാണ്, പാവപ്പെട്ട മനുഷ്യരാണ് അവിടെ പോകുന്നത്. അവരുടെ അവസ്ഥ അതിദയനീയമാണ്. കിടക്കാൻ ഇടമില്ല, വാങ്ങിക്കഴിക്കാൻ മരുന്നില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഇതെല്ലാം കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നുമുണ്ട്. അടിമുടി അഴിമതിയാണ്. പാർട്ടിക്കാരാണ് ആശുപത്രിയുടെ ഭരണം നടത്തുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. സിസ്റ്റം അടിമുടി തകർന്നിരിക്കുന്നു. നമ്മൾ ആരോഗ്യരംഗത്തെ അതിവേഗം പിന്നോട്ട് പോയിരിക്കുന്നത്. പേപ്പറെല്ലാം ശരിയാക്കി വെക്കും റാങ്കിങ് കിട്ടാൻ വേണ്ടി. നമ്മുടെ പരിപാടി ഏതാ? ബിസിനസ്സിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും റാങ്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാം റെഡിയാക്കി വെക്കും. അപ്പം ഈ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിക്കുമ്പം കേരളം മുമ്പിൽ, റാങ്കിങ്ങിൽ മുമ്പിൽ. പക്ഷേ റാങ്കിങ് എങ്ങനെയാണ്? കടലാസ് വർക്ക് ശരിയാക്കി വെക്കുന്ന റാങ്കിങ്ങിന് വേണ്ടി. ഒരു മേഖലയിലും നമ്മൾ മുമ്പിലല്ല. റാങ്കിങ്ങിൽ മുമ്പിലാണെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ മുമ്പിലല്ല. സമസ്ത മേഖലയും തകർന്ന് തരിപ്പണമായിരിക്കുന്നു, പ്രത്യേകിച്ച് ആരോഗ്യ മേഖല.